ജനനം, അമ്മയുടെ മരണം. അച്ഛൻ അപകട മരണം. നാടകത്തിന് ഒരു ഭാഷയുണ്ടെന്ന് തിരിച്ചറിയുകയും ആ ഭാഷയെ കണ്ട് മനസ്സിലാക്കാനും പഠിക്കാനും വേണ്ടിയിട്ട് തന്നെയാണ് വിദ്യാർത്ഥി എന്ന രീതിയിൽ സ്കൂൾ ഓഫ് ഡ്രാമയിലേക്ക് എത്തുന്നത്. ഇത് സ്കൂൾ ഓഫ് ഡ്രാമ ആൻഡ് ഫൈൻ ആർട്സ്. തൃശൂർ ജില്ലയിലെ അരണാട്ടുകരയിലെ ഈ സ്ഥാപനം 1997 തുടങ്ങിയത്. കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലാണ് ഇത്. നാടകമേഖലയിൽ പഠനം ആഗ്രഹിക്കുന്നവർക്ക് മികച്ച അവസരങ്ങളാണ് ഈ സ്ഥാപനം തുറന്നിടുന്നത്. തിയറി ക്ലാസുകൾക്ക് പുറമെ പഠന വിഷയങ്ങളിൽ പ്രായോഗിക പരിശീലനവും ഇവിടെ നൽകി വരുന്നു. സന്തയിലെ മീനു വാങ്ങി പുള്ളേ സലസലാണ് സാറുകാസി ലാലേ 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 കൊത്തുമല്ലി പത്താലേന്ന് പുള്ളേ പോടുറാനെ ഡപ്പാങ്കൊത്ത്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു ബ്രിട്ടീഷുകാരുടെ സമയത്ത് ആധുനിക മലയാള നാടകവേദി ടെക്സ്റ്റിൽ നാടകകൃതിയിൽ അധിഷ്ഠിതമായൊരു നാടകവേദിയിലേക്ക് മാറിയിരുന്നു. അതിൽ നിന്ന് തിരിച്ച് അഭിനയത്തിൻ്റെ, അവതരണത്തിൻ്റെ, ദൃശ്യങ്ങളുടെ ഒക്കെ ആയ ഒരു നാടകവേദിയെ കെട്ടിപ്പടുക്കുന്നതിൽ സ്കൂൾ ഓഫ് ഡ്രാമ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിൽ ആ സാധ്യതയിൽ തന്നെയാണ് സിനോഗ്രഫി എന്ന സബ്ജക്റ്റിന്, ഏറ്റവും പുതിയ നാടകത്തിലെ പുതിയ ഈ വിഷയത്തിന് വലിയ പ്രാധാന്യമുള്ളത്. അവളെ ആദ്യമായി കണ്ടത് സെമിത്തേരിയിൽ വെച്ച്. ഒരു ദൃശ്യകല എന്ന നിലയിൽ നാടകത്തിൻ്റെ ദൃശ്യത്തെ രൂപപ്പെടുന്നതിൽ നാടകം അവതരിപ്പിക്കുന്ന സ്ഥലം, അതിൽ പങ്കെടുക്കുന്ന ആളുകളുടെ രംഗത്തുള്ള ക്രിയകൾ, കോസ്റ്റ്യൂം, ലൈറ്റ് എന്നിവയൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവയൊക്കെ ക്രിയാത്മകമായി ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു ദൃശ്യ പദ്ധതി ആവിഷ്കരിക്കുന്ന ഒരു വിഭാഗമാണ്, അല്ലെങ്കിൽ ഒരു പുതിയ നൂതനമായ ഒരു കാഴ്ചപ്പാടാണ് സിനോഗ്രഫി എന്നുള്ളത്. Tai Chi basic position, feet shoulder width apart, relax your shoulder, look straight, concentrate on your physical center. Very good concentration. Stay there. Normal breathing. നാടകത്തിന്റെ രചന, സംവിധാനം, അഭിനയം എന്നിവ ഉൾക്കൊള്ളുന്നതാണ് ഇവിടത്തെ പാഠ്യപദ്ധതി. Breathe in, breathe in. Place your foot first. കലാമേഖലയിലെ പ്രഗത്ഭരുടെ അധ്യാപനം വിദ്യാർത്ഥികൾക്ക് സ്ഥാപനം ലഭ്യമാക്കുന്നു. Lift your right leg. Place ചെയ്തതിന് ശേഷം വെയിറ്റ് ഷിഫ്റ്റ് ചെയ്യുക. യെസ്. ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ. 1977 പ്രൊഫസർ ജി ശങ്കരപ്പിള്ളയുടെ നേതൃത്വത്തിൽ ഈ സ്ഥാപനം സ്ഥാപിതമായത്. അദ്ദേഹം മലയാള നാടകവേദിയിൽ പുതുചലനങ്ങൾ,
ലോകത്താകമാനം നടക്കുന്ന നാടകത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ എങ്ങനെ നമ്മുടെ മലയാളക്കരയിലും പ്രതിഫലിപ്പിക്കാം, അതിൻ്റെ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു അക്കാദമിക് രംഗത്ത് നാടക പഠനം സാധ്യമാക്കുന്നത്. അതിനായിട്ട് അദ്ദേഹം അന്നത്തെ സമകാലീനരായിരുന്ന ഒട്ടേറെ നാടക പ്രതിഭകളെ, പ്രത്യേകിച്ചും തമിഴ്നാട്ടിൽ നിന്നുള്ള നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ ഇറങ്ങിയ പ്രൊഫസർ രാമാനുജം, രാജു സാർ, PK വേണുക്കുട്ടൻ നായർ, കാവാലം, MV ദേവൻ തുടങ്ങി പ്രതിഭാശാലികളായ ആ തലമുറയിലെ ഒട്ടേറെ വ്യക്തിത്വങ്ങളുടെ അനുഗ്രഹാശിസ്സുകളോടെയും സഹായത്തോടും കൂടിയാണ് ഇത്തരത്തിൽ യൂണിവേഴ്സിറ്റി ലെവലിൽ ഒരു കോഴ്സ് സ്ഥാപിതമാണ്. ആ കോഴ്സ് സ്ഥാപിതമാകുന്നതിൻ്റെ പിന്നിൽ അവർ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ഈ കോഴ്സ് ഒരു സാധാരണ ഒരു കോളേജ് സമ്പ്രദായത്തിലെ പഠനമുറികളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു സംഗതിയാവാൻ സാധ്യമല്ല. അപ്പോൾ ഇതിൻ്റെ ഒരു കരിക്കുലം വിഭാവനം ചെയ്യുന്ന സമയത്ത് ഇത് എവിടെ ചെയ്യണമെന്നുള്ളൊരു അന്വേഷണത്തിന് ഒടുവിലാണ് ഇത്തരത്തിൽ പ്രകൃതി മനോഹരമായിട്ടുള്ള 18 ഏക്കറുള്ള ഇത്തരത്തിലുള്ള ഒരു ഡോക്ടർ ജോൺ മത്തായി സെൻറ്റർ അവർ ചൂസ് ചെയ്യുകയും അതിനുള്ള ഒരു പെർമിഷൻ അവർക്ക് കിട്ടുകയും ചെയ്തു. അപ്പം പ്രകൃതിയുമായിട്ട് ഇണങ്ങി ഏതൊക്കെ തരത്തിൽ നമുക്ക് നാടക പ്രവർത്തനം സാധ്യമാവും, ലോകത്ത് നടക്കുന്ന മുഴുവൻ രചനയിൽ നടക്കുന്ന മാറ്റങ്ങൾ, അതണക്ക് തന്നെ ടെക്നോളജിയിൽ അതിൻ്റെ സാങ്കേതിക വിഭാഗത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ, അഭിനയത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ, ഇതിനെക്കുറിച്ചുള്ള നിരന്തരമായിട്ടുള്ള അന്വേഷണങ്ങളും പഠനങ്ങളും ആധികാരികമായിട്ടുള്ള അറിവുകളും അന്നത്തെ തലമുറയിലുള്ള പുതിയ വളർന്നു വരുന്ന കുട്ടികൾക്ക് പകർന്നു കൊടുക്കുക എന്നുള്ള ലക്ഷ്യബോധത്തോടു കൂടിയിട്ടാണ് ഇത്തരമൊരു കോഴ്സായിട്ട് ഇതിനെ വിഭാവനം ചെയ്തത്. നാടകം, സിനിമ, സംഗീതം തുടങ്ങിയ മേഖലകളിലാണ് ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ ഇപ്പോൾ ജോലി ചെയ്യുന്നത്. മലയാള സിനിമാ സംവിധായകരായ ശ്യാമപ്രസാദ്, രഞ്ജിത്ത്, VK പ്രകാശ് തുടങ്ങിയവർ ഇവിടെ പഠിച്ചവരാണ്. തീർത്തും സർഗാത്മകമായി വിദ്യാർത്ഥികൾ എന്നൊരു വിലയായി നാടകപ്രവർത്തകരായ വിദ്യാർത്ഥികളുമായിട്ടുള്ളൊരു കൂട്ടായ്മയിലൂടെ, സംവാദനത്തിലൂടെ ഒക്കെ രൂപപ്പെട്ടു വരുന്ന ഒരു ക്രിയയായി മാറുകയാണ് ഈ വിഷയം. അതുകൊണ്ട് തന്നെ ഞാൻ പേഴ്സണലി അതിലുപരിയായ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതിലും കുട്ടികളുമായി ഇടപെടുന്നതിലും ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. അതെന്നെ ക്രിയാത്മകമായ തലത്തിൽ ഒരുപാട് പ്രചോദിപ്പിക്കുന്നുമുണ്ട്. ഗോ ടെക്സ്റ്റ്. എൻ്റെ പേര് ഫർസിൻ സിദ്ധു. ഞാൻ തൃശ്ശൂരുകാരനാണ്. ഞാനിവിടുത്തെ ഫസ്റ്റ് സെമസ്റ്റർ BTA വിദ്യാർത്ഥിയാണ്. ഇവിടെ വരുമ്പോൾ കലയോട് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ കോഴ്സ് തിരഞ്ഞെടുത്തത്. ഞങ്ങളുടെ ക്ലാസ്സിൻ്റെ ഷെഡ്യൂൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 7:30 മുതൽ ഞങ്ങൾക്ക് ക്ലാസ് തുടങ്ങും. 7:30 കളരി, കൂടിയാട്ടം, യോഗ, മ്യൂസിക് എന്നിങ്ങനെ മാറി മാറി ഉണ്ടാവും. അതിനുശേഷം തിയറി ക്ലാസ്സിന് ശേഷം എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഞങ്ങൾക്ക് ക്ലാസിക് ഫിലിംസിൻ്റെ സ്ക്രീനിങ് ഉണ്ടായിരിക്കുന്നതാണ്. ഇവിടെ വരുമ്പോൾ ഒരു ഡയറക്ടർ ആവണം അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ആവണം എന്നായിരുന്നു ആഗ്രഹം. ഇപ്പോൾ ഒരു സെമസ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ എനിക്ക് ഇവിടെ നിന്ന് പൂർത്തിയാക്കാൻ കഴിയുമെന്ന വിശ്വാസം എനിക്ക് ഈ കോഴ്സിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇവിടുത്തെ ഒരു ക്ലാസ് എടുക്കുന്ന രീതിയും ഒക്കെ മറ്റു കോഴ്സുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. നമുക്ക് പൂർണ്ണ താല്പര്യത്തോടെ എല്ലാതും പഠിക്കാൻ നമുക്ക് തോന്നും. അത്തരത്തിലുള്ളൊരു കോഴ്സാണ്. ചീക്കൊന്ന് മസാജ് ചെയ്യുക, ജസ്റ്റ് മസാജ് ചെയ്യുക, യൂത്ത് ഫെസ്റ്റിവൽ പോലുള്ള കൾച്ചറൽ ആക്ടിവിറ്റീസിലായിരുന്നു താല്പര്യം. അന്ന് മുതലേ ഞാൻ തീരുമാനമെടുത്താണ് ഞാൻ പഠിക്കുന്നുണ്ടെങ്കിൽ ഇനി ഉപരിപഠനത്തിന് ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഏതെങ്കിലും ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുകയുള്ളൂ, അത്തരത്തിലൊരു ഉദ്യോഗം ഞാൻ തിരഞ്ഞെടുക്കുള്ളൂ എന്ന് അന്ന് മുതലേ തീരുമാനിച്ചതാണ്. അങ്ങനെയാണ് ഇവിടെ സ്കൂൾ ഓഫ് ഡ്രാമയെക്കുറിച്ച് എൻ്റെ ഒരു നാടകാധ്യാപകൻ എന്നോട് പറയുന്നത്. ഇവിടെ വന്നു, ഇവിടുത്തെ കോഴ്സിൻ്റെ രീതികളെക്കുറിച്ച് മനസ്സിലാക്കി. ഒരു 3 ദിവസത്തെ സെലക്ഷൻ ക്യാമ്പിന് ശേഷം ഇവിടേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും
ഇപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നുണ്ട് ഞാൻ തിരഞ്ഞെടുത്ത മേഖല എന്തുകൊണ്ട് എനിക്ക് അനുയോജ്യമാണ് എന്നുള്ളതിൽ. സ്കൂൾ ഓഫ് ഡ്രാമ ആൻഡ് ഫൈൻ ആർട്സിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഞാൻ കൂടാതെ 6-7 ഫാക്കൽറ്റി മെമ്പേഴ്സും കൂടെ ഉണ്ട്. ഇവിടെ സംഗീതത്തിലെ MA, MPhil, PhD അതുകൂടാതെ 2-3 ഷോർട്ട് ടേം കോഴ്സസും കൂടെ ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. വോക്കൽ മ്യൂസിക്കിൻ്റെ ഒരു കോഴ്സുകളാണ് ഞങ്ങളിവിടെ നടത്തുന്നത്. തിയറിറ്റിക്കലായിട്ടുള്ള അറിവും അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള അറിവും കുട്ടികൾക്ക് ഒരുപോലെ കിട്ടുന്നുണ്ട്. അവരെ വളരെ പ്രഗത്ഭരായിട്ടുള്ള പെർഫോമേഴ്സായിട്ട് മാറ്റിയെടുക്കാൻ തരത്തിലുള്ള ഒരു കരിക്കുലമാണ് നമ്മളിവിടെ ഡിവൈസ് ചെയ്തിരിക്കുന്നത്. ദേവി നീയേ തുണൈ അംബദേവി നീയേ തുണൈ അംബദേവി. ഞാനിവിടെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഫസ്റ്റ് ഇയർ MA മ്യൂസിക് ആണിപ്പോൾ ചെയ്യുന്നത്. ഞങ്ങളുടെ ഇവിടുത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ മറ്റുള്ള കോളേജുകളായിട്ട് കമ്പയർ ചെയ്യുമ്പം വളരെ നല്ലൊരു എക്സ്പീരിയൻസാണ് ഞങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്നത്. ഇവിടുത്തെ ക്യാമ്പസും അതുപോലെ അധ്യാപകരും കുട്ടികളുമായിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു സഹകരണം. പ്രധാനമായിട്ടും കലയോടുള്ള ഒരു അഭിരുചി, നാടകത്തോടും അഭിനയത്തോടും സംവിധാനത്തോടുള്ള ഒരു അഭിരുചിയുള്ള സ്റ്റുഡൻസിനെയാണ് ഞങ്ങൾ കൂടുതൽ ഇവിടെ അഡ്മിഷൻ നൽകാൻ ശ്രമിക്കുന്നത്. അതിനായിട്ട് തന്നെ പല രീതിയിലുള്ള കടമ്പകൾ ഇവർക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ഇതിനൊരു റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഇവർക്കൊരു വരുന്ന സമയത്ത് ഒരു ഇൻ്റർവ്യൂ, കംപ്ലീറ്റ് ഇവിടുത്തെ ഫാക്കൽറ്റീസുമുള്ള ഒരു ഇൻ്റർവ്യൂ ബോർഡ് ഉണ്ടാവും. അവരുടെ മുമ്പിൽ ഇവർ പെർഫോം ചെയ്യുകയും നമ്മൾ ഇവരുടെ ടേസ്റ്റിനെ അളക്കുന്ന തരത്തിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇവരുടെയൊക്കെ ചോദിക്കുകയും ചെയ്യും. അതിനൊക്കെ പോസിറ്റീവായിട്ട് വളരെ നല്ല രീതിയിൽ ആൻസർ ചെയ്യപ്പെടുന്ന കുട്ടികളിൽ നിന്നൊരു പ്രിലിമിനറി സെലക്ഷൻ ഉണ്ടാവും. ഒരു 25-30 വരുന്ന കുട്ടികളുടെ പ്രിലിമിനറി സെലക്ഷൻ നടത്തിയിട്ട് ഒരു 3 days ഒരു റിഗറസ് വർക്ക്ഷോപ്പ് ഇവിടെ തന്നെ അവർ സ്റ്റേ ചെയ്യുകയും കണ്ടിന്യൂസ് ആയിട്ട് 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഇവരെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്ക്ഷോപ്പ് ഉണ്ടാവും. എല്ലാ ഫാക്കൽറ്റീസും ആ വർക്ക്ഷോപ്പിൽ ക്ലാസ്സുകൾ എടുക്കുകയും നമ്മൾ അകത്തു നിന്നും പുറമേ നിന്നും ഈ കുട്ടികളുടെ ഒരു ആറ്റിറ്റ്യൂഡ് സ്റ്റഡി ചെയ്യുകയും ചെയ്ത് അതിനെല്ലാം സ്കോറും ഉണ്ടാവും. ഇത് ടാലി ചെയ്തിട്ട് ലാസ്റ്റ് ഒരു റിട്ടേൺ ടെസ്റ്റും ഉണ്ടാവും. ഈ കടമ്പകളെല്ലാം കടക്കുന്ന സ്റ്റുഡൻസിനെയാണ് നമ്മളിവിടെ അഡ്മിഷൻ കൊടുക്കുന്നത്. സ്കൂൾ ഓഫ് ഡ്രാമയിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഇവിടുത്തെ അന്തരീക്ഷം അത്തരം മേഖലയിലെ നാടക പഠനത്തെയും അതോടൊപ്പം തന്നെ കലാപരമായിട്ടുള്ള എല്ലാ ഏരിയകളിലും വിദ്യാർത്ഥി എന്ന രീതിയിലും കലാകാരൻ എന്ന രീതിയിലൊക്കെ നമുക്ക് നല്ലൊരു സമ്പന്നത തന്നെയാണ് ഉണ്ടാക്കി തരുന്നത്. ഞാൻ ഈ അടുത്ത് ചെയ്ത നാടകത്തെ പറ്റി പറയുകയാണെങ്കിൽ മൊമെൻറ്റ് ജസ്റ്റ് ബിഫോർ ഡെത്ത്, അതായത് മരണത്തിന് തൊട്ട് മുൻപുള്ള നിമിഷം എന്നാണ് നാടകത്തിൻ്റെ പേര്. ഇപ്പോൾ ഈ സ്കൂൾ ഓഫ് ഡ്രാമയിലെ ഞങ്ങളുടെ പഠനത്തിൻ്റെ ഭാഗമല്ലാത്ത ഒഴിവു സമയങ്ങളിൽ ഞങ്ങൾ കുറച്ച് കൂട്ടുകാരുകൾ ചേർന്ന് റിഹേഴ്സൽ നടത്തിയും അതുപോലെ തന്നെ കുറച്ച് നാളുകൾ അതിന് പിന്നിൽ ചെലവഴിച്ചിട്ടാണ് ഈ നാടകം ഉണ്ടായിരിക്കുന്നത്. ജനനം, അമ്മയുടെ മരണം, അച്ഛൻ അപകട മരണം. കേരളത്തിൽ ആദ്യമായിട്ടാണ്, മലയാളത്തിൽ ആദ്യമായിട്ടാണ് നാടകത്തിൽ ഒരു ട്രെയിലറും അതുപോലെ തന്നെ ടീസറും വീഡിയോ വേർഷനായിട്ട് ഇറങ്ങാൻ, അതായത് ഇതിൻ്റെ പ്രൊമോഷനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നാടകത്തെ സംബന്ധിച്ച് ഇറങ്ങാൻ പോകുന്നത്. ഞങ്ങൾ അത്തരമൊരു തുടക്കം ഞങ്ങൾ കുറിക്കുകയാണ്. അയൽ വീട്ടുകാരി, ആദ്യ അത്ഭുതങ്ങളുടെ പൊട്ടിത്തെറി, അവളെ ആദ്യമായി കണ്ടത് സെമിത്തേരിയിൽ വെച്ച്.
ഡ്രാമയിലെ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ തന്നെയാണ് ഞങ്ങളെ കൊണ്ട് ഇത്തരം ഒരു പ്രൊഡക്ഷൻ ചെയ്യാനുള്ള ഒരു പ്രേരണയായി മാറിയിരിക്കുന്നത്. ഞങ്ങളെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒരുപാട് പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നു പോകുന്ന ക്ലാസ് എടുക്കാനും അല്ലെങ്കിൽ ഞങ്ങളുമായിട്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനും വേണ്ടി വന്നു പോകുന്ന പ്രഗത്ഭരായ വ്യക്തികളെയാണ്. അപ്പോൾ അത്തരത്തിൽ പറയുകയാണെങ്കിൽ കേരളത്തിൽ നിന്നും അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നും അല്ലെങ്കിൽ ഇന്ത്യക്ക് വെളിയിൽ നിന്നും ഒത്തിരി തിയേറ്റർ ആർട്ടിസ്റ്റുകളും അതുപോലെ തന്നെ കലാപരമായിട്ടുള്ള എല്ലാ മേഖലയിൽ നിൽക്കുന്ന ആളുകളും സ്കൂൾ ഓഫ് ഡ്രാമയിലേക്ക് വന്നു ചേരുകയും പിന്നീട് ഇവിടെ വെച്ച് വർക്ക്ഷോപ്പുകളായിട്ട് കുട്ടികളുമായിട്ട് അവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുകയും ആ രീതിയിൽ ഒരു പ്രൊഡക്ഷൻ ഉണ്ടാവുകയും ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇവിടെ സ്കൂൾ ഓഫ് ഡ്രാമയിലെ പ്രധാനപ്പെട്ട പഠന രീതികളായിട്ട് മാറുന്ന സംഭവങ്ങൾ. ഇനി സ്ഥാപനത്തിലെ കോഴ്സുകൾ പരിചയപ്പെടാം. മാസ്റ്റർ ഓഫ് തിയേറ്റർ ആർട്സ്, ബാച്ചിലർ ഓഫ് തിയേറ്റർ ആർട്സ്, PG ഡിപ്ലോമ ഇൻ ആക്ടിംഗ്, PG ഡിപ്ലോമ ഇൻ തിയേറ്റർ ടെക്നോളജി, MPhil ഇൻ തിയേറ്റർ ആർട്സ്, PhD ഇൻ തിയേറ്റർ ആർട്സ്, MA മ്യൂസിക്, MPhil ഇൻ മ്യൂസിക്, PhD ഇൻ മ്യൂസിക്. മാസ്റ്റർ ഓഫ് തിയേറ്റർ ആർട്സ് 2 വർഷത്തെ കോഴ്സാണ്. 20 പേർക്കാണ് ഓരോ വർഷവും പ്രവേശനം ലഭിക്കുക. പ്രവേശനത്തിന് സ്ഥാപനത്തിന് കീഴിൽ നടക്കുന്ന പരീക്ഷ പാസ്സാവണം. സ്കൂൾ ഓഫ് ഡ്രാമയിൽ BTA കഴിഞ്ഞവർക്കും അംഗീകൃത സർവകലാശാലയുടെ കീഴിൽ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുള്ളവർക്കും പരീക്ഷ എഴുതാം. ബാച്ചിലർ ഓഫ് തിയേറ്റർ ആർട്സ് കോഴ്സിൽ പ്രവേശനം ലഭിക്കാൻ +2 ആണ് യോഗ്യത. 3 വർഷമാണ് കോഴ്സിന്റെ കാലാവധി. PG ഡിപ്ലോമ ഇൻ തിയേറ്റർ ആർട്സ്, PG ഡിപ്ലോമ ഇൻ തിയേറ്റർ ടെക്നോളജി കോഴ്സുകളിൽ 15 വിദ്യാർത്ഥികൾക്കാണ് വർഷം തോറും പ്രവേശനം നൽകുന്നത്. 1 വർഷം കാലാവധിയുള്ള ഈ കോഴ്സിന് പ്രവേശനം ലഭിക്കാൻ അംഗീകൃത സർവകലാശാലയ്ക്ക് കീഴിൽ ബിരുദം വേണം. MA മ്യൂസിക് കോഴ്സിന്റെ കാലാവധി 2 വർഷമാണ്. മ്യൂസിക്കിൽ 45% മുകളിൽ മാർക്ക് നേടിയ BA ബിരുദധാരികൾക്ക് കോഴ്സിന് ചേരാം. 20 പേർക്കാണ് വർഷത്തിൽ പ്രവേശനം. 1 വർഷത്തെ MPhil കോഴ്സിന് ചേരാൻ മ്യൂസിക്കിൽ 55% മാർക്കോടെ മാസ്റ്റർ ഡിഗ്രി പാസ്സാവണം. ഇവിടുത്തെ ഒരു പ്രോഗ്രാമിന് പുറത്തേക്ക് കൂടെ എത്തിക്കുക, അതായത് സാധാരണ പബ്ലിക്കിനും മറ്റ് കോളേജ് ക്യാമ്പസിലുള്ള ആളുകൾക്കും കുട്ടികൾക്കും ഉണർവേകുന്ന തരത്തിൽ മലയാള നാടകവേദിയെ പരിപോഷിപ്പിക്കാനും അതുകണക്കന്നെ അവരുടെ വ്യക്തിത്വമായിട്ടുള്ള വികാസത്തിന് ഉതകുന്ന തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ സംഗീത നാടക അക്കാദമിയായിട്ടൊക്കെ കൊളാബറേറ്റ് ചെയ്ത് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൽ ഒരു പ്രധാന സംഗതിയാണ് വെക്കേഷന് ഇവിടെ നടക്കുന്ന ചിൽഡ്രൻസ് തിയേറ്റർ വർക്ക്ഷോപ്പ്. കേരളത്തിലെ പ്രഗത്ഭരായിട്ടുള്ള 100ഓളം കുട്ടികളെ നമ്മൾ സെലക്ട് ചെയ്യുകയും ആപ്ലിക്കേഷൻ ക്ഷണിച്ചു വരുത്തിയിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്യും. അവർക്കിവിടെ 5 ദിവസം താമസിച്ച് സൗജന്യമായിട്ട് ഫുഡും അക്കോമഡേഷനും ഒക്കെ കൊടുത്തിട്ട് ഇന്ത്യക്കകത്തുള്ള പ്രഗത്ഭരായിട്ടുള്ള തിയേറ്റർ എക്സ്പെർട്ടുകളെ കൊണ്ടുവന്നിട്ട് വളരെ മനോഹരമായ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ചിൽഡ്രൻസ് തിയേറ്റർ വർക്ക്ഷോപ്പ് 5 ഡേയ്സ് വർക്ക്ഷോപ്പ് എല്ലാ വർഷവും സമ്മറിൽ ഇവിടെ നടക്കാറുണ്ട്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വേറൊരു വലിയ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ PG സ്റ്റുഡൻസും ഇവിടുത്തെ ഫാക്കൽറ്റി ലീഡ് ചെയ്യുന്ന ക്യാമ്പസ്, കേരളത്തിലെ സെലക്ട് ചെയ്യുന്ന 10 ക്യാമ്പസുകളിൽ സംഗീത നാടക അക്കാദമിയായിട്ട് ചേർന്നിട്ട് 10 ക്യാമ്പസുകളിൽ വർക്ക്ഷോപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പല കോളേജുകളിലും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. പാലാ സെൻറ്റ് തോമസ് കോളേജ്, അതുകണക്ക് തന്നെ ഭാരത് മാതാ കോളേജ് തൃക്കാക്കര, ഡോൺ ബോസ്കോ, അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട്, അങ്ങനെ 10ഓളം കോളേജുകളിൽ ക്യാമ്പസുകളിൽ ഈ തിയേറ്ററിനെ കുറിച്ച് അവബോധം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് വളരെ വിപുലമായിട്ടുള്ള രീതി അതിനൊരു സംഗീത നാടക അക്കാദമി ഫണ്ട് വരെ അനുവദിച്ചിട്ടുണ്ട്. അത് ഈ കേരളത്തിനകത്തും പുറത്തുമുള്ള ഒട്ടേറെ കൾച്ചറൽ ബോഡീസുമായിട്ടും ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ടും നമ്മൾ കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും കേരള സംഗീത നാടക അക്കാദമി, സെൻട്രൽ സംഗീത നാടക അക്കാദമി, നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ, അതുകണക്ക് തന്നെ ഇന്ത്യക്ക് പുറത്തുള്ള ഒട്ടേറെ വിദേശ യൂണിവേഴ്സിറ്റികൾ, കെൻഡി യൂണിവേഴ്സിറ്റി, അതുകണക്ക് തന്നെ ലിബ യൂണിവേഴ്സിറ്റി, അതുകണക്ക് സ്പെയിനിൽ നിന്നുള്ള ഒരു ഓർഗനൈസേഷൻ കാസാഡലെ ഇന്ത്യ, ഇവരുമൊക്കെ ആയിട്ട് ചേർന്ന് കഴിഞ്ഞ ഒരു 3-4 വർഷത്തിനിടയിൽ നമ്മൾ ഒട്ടേറെ പ്രൊജക്റ്റുകൾ കുട്ടികൾക്ക് പ്രയോജനപ്പെടുന്ന ഈവൻ എക്സ്ചേഞ്ച് പ്രോഗ്രാം വരെ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് നടന്ന ദാവി സിൻഡറിൻ്റെ വർക്ക്ഷോപ്പ് ടെൽ അവീവ് യൂണിവേഴ്സിറ്റി എന്നുള്ളൊരു പ്രൊഫസറായിരുന്നു. ഇപ്പോൾ വേൾഡിൽ ഏറ്റവും റിനൗണ്ട് ആയിട്ടുള്ള ആക്ടിംഗ് പ്രാക്ടീഷണറാണ് ദാവി സിൻഡർ. അദ്ദേഹത്തിൻ്റെ വർക്ക്ഷോപ്പ് ഇപ്പോൾ കഴിഞ്ഞതുള്ളൂ. അതുകൂടാതെ അടുത്ത ആഴ്ച നമുക്ക് പ്രൊഫസർ രാമാനുജം, ഇന്ത്യൻ നാടകവേദിയിലെ തന്നെ ഒരു ഗുരുതുല്യനായിട്ടുള്ള പ്രൊഫസർ രാമാനുജൻ സാറിൻ്റെ വർക്ക്ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആ നിലയ്ക്ക് കുട്ടികൾക്ക് വളരെ പ്രയോജനപ്രദമാകുന്ന ഒട്ടേറെ പരിപാടികൾ ഞങ്ങൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലാലേ 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 ലാലേ
ലാലേ ലാലേ ലാലേ ലല്ലേ ലാലേ 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 തില്ലേ ലേ ലോ ലേ 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 ലോ ലോ തില്ലേ ലേ ലോ ലേ 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 ലാലേ 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 ലല്ലേ ലാലേ 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 സന്തയിലെ മീനു വാങ്ങി പുള്ളേ സലസലാണ് സാറ് കാസി ലാലേ 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 ലല്ലേ ലാലേ 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 കൊത്തുമല്ലി പത്താലേന്ന് പുള്ളേ പോടുറാനെ ഡപ്പാങ്കൊത്ത് ലാലേ 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 ലല്ലേ ലാലേ 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 ലല്ലേ ലാലേ 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 ലല്ലേ ലാലേ 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 തില്ലേ ലേ ലോ ലേ 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 ലോ ദില്ലോ തില്ലേ ലേ ലോ ലേ 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 ലോ ലാലേ ലാലേ